നമ്മൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ ഈ പ്രൊഡക്റ്റിന് വില അല്പം അധികമാണ്. എന്നാൽ വിലയേക്കാൾ അധികമായിട്ട് ഇതിൻ്റെ മൂല്യം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നോർമൽ മാർക്കറ്റിലേക്ക് നമ്മൾ പോയ സമയത്ത് ഒരിക്കലും തന്നെ ഈ പ്രൊഡക്റ്റ് നമുക്ക് വേണ്ട വിധത്തിൽ സെല്ല് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് ബഹുഭൂരിപക്ഷ ബിസിനസ്സുകാരുടെയും അവസ്ഥയാണ്. എന്നാൽ വില അധികമായ നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കാനുള്ള 10 സ്ട്രാറ്റജീസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത്, നമ്മുടെ ടാർഗറ്റ് കസ്റ്റമറെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ്. ഈ പ്രൊഡക്റ്റ് വില അധികമായ നമ്മുടെ ഈ പ്രൊഡക്റ്റ് കസ്റ്റമർ വാങ്ങിക്കണമെങ്കിൽ കസ്റ്റമർ ഹൈ വാല്യൂ വാങ്ങിക്കുന്ന കസ്റ്റമർ ആയിരിക്കണം. അതേപോലെ തന്നെ കസ്റ്റമർ നല്ല രീതിയിൽ ചിലവിടുന്ന കസ്റ്റമറുമായിരിക്കണം. അവർ മാത്രമാണ് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. അല്ലാത്ത ഒരു കൂട്ടം ഓഡിയൻസ് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ ഒരു സാധ്യതയുമില്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കസ്റ്റമർ ആരാണ്, അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അവരുടെ ഇൻകം, അവരുടെ ലൊക്കേഷൻ, അവർ എന്ത് ജോലി ചെയ്യുന്നു തുടങ്ങിയവയെക്കുറിച്ച് വ്യക്തമായി കസ്റ്റമറെ നമ്മൾ വ്യക്തമായി തിരിച്ചറിയുകയാണ് ആദ്യത്തെ പടി എന്നത്. ഇങ്ങനൊരു ഡാറ്റ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ആരാണ് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ അറിയണം. അതിന് കൃത്യമായ ഡാറ്റ അനലിറ്റിക്സ് ടൂളുകളുടെ സഹായത്തോടു കൂടി ഇവ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും. ഒരു കസ്റ്റമർ അവതാറെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. കസ്റ്റമർ അവതാർ നമ്മൾ സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ ശേഷിയില്ലാത്ത കസ്റ്റമർ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവനെ തടയാനും, ശേഷിയുള്ളവനാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാനും അതുവഴി സെയിൽസ് ഉറപ്പിക്കാനും നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. രണ്ടാമതാണ്, നമ്മൾ പുറത്തിറക്കുന്ന പ്രൊഡക്റ്റിന് പ്രീമിയം പാക്കേജിംഗ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പ്രീമിയം ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി നമുക്ക് നിർമ്മിക്കാൻ സാധിക്കണം. ഒരു കസ്റ്റമർ വില കൂടിയ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് ആ സർവീസ് മാത്രമല്ല വാങ്ങിക്കുന്നത്, മറിച്ച് നമ്മുടെ ബ്രാൻഡിനെ തന്നെ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ബ്രാൻഡിനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രാൻഡും അവനുമായിട്ട് സിങ്ക് ആവണം. അപ്പോൾ അവിടെ നമ്മൾ പാക്കേജിങ്ങിൽ വളരെയധികം ശ്രദ്ധിക്കണം. അതിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ലോഗോയാണ്. പാക്കേജിങ്, അതിന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാകുന്ന സൗണ്ട്, സ്മെല്ല്, ഇവയ്ക്കെല്ലാം തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി പാക്കേജൊക്കെ ആണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി, ഇവയ്ക്കെല്ലാം തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അവനുമായിട്ട് സിങ്ക് ആവുന്ന രീതിയിൽ വേണം പാക്കേജിങ് തന്നെ നമ്മൾ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് ആരാണ് എന്ന് തിരിച്ചറിയണം. അവൻ എന്തൊക്കെ തരത്തിലുള്ള ഫീലിങ്ങുകളാണ് വരുന്നത് എന്ന് തിരിച്ചറിയണം. അതിനനുസരിച്ച് വേണം നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മളവിടെ സെറ്റ് ചെയ്യേണ്ടത്. മൂന്നാമത്തതാണ് ഉൽപ്പന്നത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുക എന്നത്. അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന സമയത്ത് വില കൂടുതൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നോർമലി എല്ലാവരും റിജക്റ്റ് ചെയ്യുമ്പോൾ പ്രീമിയം ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ പ്രൈസ് അല്ലെങ്കിൽ ആ എമൗണ്ട് നമുക്ക് തരുന്നതിനേക്കാൾ കൂടുതൽ മൂല്യം കസ്റ്റമർക്ക് ലഭിക്കണം. കസ്റ്റമർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് വില കൊടുത്തും കസ്റ്റമർ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. സാധാരണ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചാൽ മാത്രം മതി, എന്തിന് ആപ്പിൾ ഉപയോഗിക്കുന്നു? സാധാരണ ഒരു കാർ വാങ്ങിച്ചാൽ മതി, എന്തിന് ബെൻസും BMW വാങ്ങിക്കുന്നു? രണ്ടിനും കിട്ടുന്ന ആ മൂല്യം, അതിലാണ് അതിന് മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ഇവൻ എന്ത് സ്പെൻഡ് ചെയ്യുന്നു അതിനേക്കാൾ കൂടുതൽ മൂല്യം ആ പ്രൊഡക്റ്റിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കസ്റ്റമർ പ്രൈസ് നോക്കാതെ തന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ ഇടയായിത്തീരും. അപ്പോൾ ഇത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിൻ്റെ ഗുണനിലവാരം എത്ര കാലം വരെ ഈട് നിൽക്കും, അതേപോലെ തന്നെ അവൻ്റെ സ്റ്റാറ്റസ്, ഇവയെല്ലാം തന്നെ നമ്മളുടെ പ്രൊഡക്റ്റിലൂടെ പ്രതിഫലിപ്പിക്കാൻ നമ്മൾക്ക് സാധിച്ചിരിക്കണം. നാലാമത്തതാണ് എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് നമ്മൾ അവതരിപ്പിക്കണം. ഇതിന് നമ്മൾ ചിലപ്പോൾ ഒരു ഓഫ്ലൈൻ സ്റ്റോർ തന്നെ അവതരിപ്പിക്കേണ്ടതായി വരാം. നമ്മുടെ പ്രൊഡക്റ്റ് എന്ത് തന്നെയാണെങ്കിലും കസ്റ്റമർ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ അവതരിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് ഡെമോ സെക്ഷൻസ് ആയിരിക്കാം, ട്രയലുകളായിരിക്കാം, ഇങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ട്രാറ്റജികൾ സമന്വയിപ്പിച്ചുകൊണ്ട് കസ്റ്റമർക്ക് ഫീൽ ചെയ്യാനുള്ളൊരു സൗകര്യം നമ്മൾ ഒരുക്കിയിരിക്കണം. നമ്മൾ പ്രീമിയം കാറുകൾ എടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യിപ്പിക്കാൻ ഉള്ള സാഹചര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. എന്തിനാണ്? അവർ നമ്മളെ അനുഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആപ്പിളിൻ്റെ സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഡെമോയ്ക്ക് വേണ്ടി ധാരാളം ഫോണുകൾ അവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ്? അതൊന്ന്
ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ടെസ്റ്റ് ആൻഡ് ഫീൽ ലഭിക്കുന്നത് കൊണ്ട് തന്നെ അത് നമ്മളുടേതായ തോന്നലും നമുക്ക് ലഭിക്കും. അതോടുകൂടി കസ്റ്റമറെ ക്ലോസ് ചെയ്യാൻ അതിലൂടെ സാധിക്കുകയും ചെയ്യും. അഞ്ചാമത്താണ് ലിമിറ്റഡ് എഡിഷൻ അല്ലെങ്കിൽ മികച്ച ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നത്. ഒരു കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ അവൻ ടെസ്റ്റ് ചെയ്തു, ട്രയൽ ചെയ്തു, ഇവയെല്ലാം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും പിന്നീടത്തേക്ക് മാറ്റിവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. എന്നാൽ ഇങ്ങനെയൊരു അവസരത്തിൽ നമുക്ക് പല ഓഫർ സ്ട്രാറ്റജികൾ വിനിയോഗിക്കുന്ന വഴി അവരെ വേഗത്തിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളുടെ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എഡിഷനാണ്, ഇത്ര ടൈമിലേക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ ഈ സ്പെഷ്യൽ ഓഫറുകൾ ഉള്ളത്. ഇങ്ങനെയുള്ള ഓഫേഴ്സുകൾ നമുക്ക് പിച്ച് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവനെ വളരെ വേഗത്തിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആറാമത്തതാണ് സോഷ്യൽ പ്രൂഫ്. നമ്മുടെ ഈ പ്രൊഡക്റ്റ് തന്നെ പല പ്രമുഖരും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും, പല ഇൻഫ്ലുവൻസർമാരും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ സൊസൈറ്റിയിലെ തന്നെ ധാരാളം ആൾക്കാർ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇവർ ഉപയോഗിച്ച സമയത്ത് ഇവർക്ക് കിട്ടിയ ഫീൽ, ഇവരുടെ റിവ്യൂ, ഇവരുടെ ടെസ്റ്റിമണീസ് ഇവ നമുക്ക് പ്രചരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും അവർക്ക് കിട്ടിയ ഫീല് ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള ജിജ്ഞാസ വർദ്ധിപ്പിക്കാനും അതിലൂടെ കൂടുതൽ കസ്റ്റമറെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. ഇതിലൂടെ സെയിൽസ് നമുക്ക് ഉയർത്താൻ സാധിക്കുകയും ചെയ്യും. ഏഴാമത്തതാണ് നമ്മൾ പ്രീമിയം പ്രോഡക്റ്റാണ് വിൽക്കുന്നത്. അതേപോലെ തന്നെ വളരെയധികം പ്രധാനപ്പെട്ടതാണ് പ്രീമിയം ആയിട്ടുള്ള കസ്റ്റമർ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം എന്നത്. കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കേണ്ട ഒന്നാണ്. അവിടെ നമുക്ക് പേഴ്സണലൈസ്ഡ് സപ്പോർട്ട് ആയിക്കോട്ടെ, 24/7 സപ്പോർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലൈവ് ചാറ്റ് സെക്ഷൻസ് ആയിക്കോട്ടെ, ചാറ്റ് ബോട്ടുകളായിക്കോട്ടെ, ഇവ ഫിക്സ് ചെയ്തുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് വേണ്ടുന്ന ഏറ്റവും മികച്ച സപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ബ്രാൻഡ് വളരുകയും കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലൈൻറ്റുകൾ ഇല്ലാതെയാവുകയും അതേപോലെ തന്നെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. എട്ടാമത്തതാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഇന്ന് വളരെ വേഗത്തിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നോർമൽ ബ്രാൻഡ് വിസിബിൾ ആയിരിക്കുന്ന സെലിബ്രിറ്റികളേക്കാൾ ഒന്നും കൂടി ഏറ്റവും മികച്ചതാണ് ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഇൻഫ്ലുവൻസർമാരെയും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓഡിയൻസിനെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സിലുള്ള ഒരു പറ്റം ആൾക്കാരാണ് അവരെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ആരാണ് ഉപയോഗിക്കാൻ സാധ്യത? ആ ഓഡിയൻസ് ആരെയാണ് ഫോളോ ചെയ്യുന്നത്? ഇവരെ മനസ്സിലാക്കിക്കൊണ്ട് ഇവരിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിലൂടെ വളരെ വേഗത്തിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും അതിലൂടെ കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനും സാധ്യത അവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ വേഗത്തിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ അവരുമായിട്ടൊരു കൊളാബ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്നത്. അതേപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ലോയൽറ്റി പ്രോഗ്രാമുകൾ എന്നത്. ഓഫറുകൾ, ലോയൽറ്റി പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെടാത്ത കസ്റ്റമർ തന്നെ ആരും ഉണ്ടാകില്ല. ഇവർക്ക് വേണ്ടി മാത്രമായിട്ട് ലോയൽറ്റി പ്രോഗ്രാമുകൾ, VIP-യുമായി ബന്ധപ്പെട്ട അപ്ഗ്രഡേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ആഡ് ഓൺ ആയിട്ടും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇതിലൂടെ അവർക്ക് എക്സ്ട്രാ വാല്യൂ ആണ് കിട്ടുന്നത്. അതിലൂടെ കൂടുതൽ റെക്കമെൻഡേഷനുകൾ അല്ലെങ്കിൽ കൂടുതൽ റെഫറുകൾ ലഭിക്കാനും കൂടുതൽ സെയിൽസ് നമുക്ക് വോളിയം വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. അടുത്തതാണ് ലാസ്റ്റ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. ഇന്ന് സ്റ്റോറി ടെല്ലിങ്ങിന്, അതായത് പ്രീമിയം പ്രോഡക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോറി ടെല്ലിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ ആരംഭം എങ്ങനെ, അതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വരാൻ എന്തുമാത്രം പ്രോസസ്സാണ് അതിൻ്റെ അകത്ത് വരുന്നത്, അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അതിൻ്റെ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അത് താഴെത്തട്ടുള്ള കസ്റ്റമറിലേക്ക് എത്താൻ വേണ്ടി എത്രത്തോളം പ്രോസസ്സിങ് അവിടെ വരുന്നുണ്ട്, ഇത് നമുക്ക് കൃത്യമായി കസ്റ്റമറുമായി ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വളരെ വലിയ രീതിയിൽ അതിന് എഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് മറ്റൊരു തലത്തിലാണ്. അതായത് ഫൗണ്ടറെ ഓഡിയൻസ് വിശ്വസിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെ വരുന്നത്. എന്തിനേറെ പറയുന്നു, നമ്മൾ ഈ ഇടയായിട്ട് വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്ന 2 സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. ഫ്രഷ് ടു ഹോമിൻ്റെയും ID ഫുഡിൻ്റെയും. ഫൗണ്ടേഴ്സുകൾ മുഖേനയാണ് ഈ സ്റ്റോറി ടെല്ലിംഗ് നമ്മൾ കേൾക്കുന്നത്. അവർ വന്ന വഴി, അവരുടെ ജീവിത സാഹചര്യം, ഇപ്പോൾ അവർ എങ്ങനെ ഒരു സ്റ്റോറി ആയിട്ട് അവർ പറയുന്നുണ്ട്.
ഇതിലൂടെ അനേകായിരം കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രസ്റ്റിനെ സ്വാധീനിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ വലിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും കൂടിയാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ മികച്ച ഒരു സ്റ്റോറി ടെല്ലിംഗ് കൂടെ നിങ്ങൾ ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ വില കൂടിയ പ്രോഡക്റ്റ് വിൽക്കാൻ നിങ്ങളെ സഹായിക്കുന്ന 10 സ്ട്രാറ്റജികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.